ഇന്ത്യ വേഴ്സസ് ചൈന ഏത് എക്കണോമിയാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്നത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റാറ്റിസ്റ്റിക്സിലായിട്ട് നമ്മൾ നല്ല രീതിയിൽ അനലൈസ് ചെയ്തിട്ടായിരിക്കും നമ്മളൊരു കൺക്ലൂഷനിൽ എത്താനായിട്ട് പോകുന്നത്. ബട്ട് എന്നാൽ സ്റ്റാർട്ടിലി ചൈനയുടെ റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ഡിസ്കസ് ചെയ്ത് Hey all, this is me Arun here, your coach, your mentor, your trainer in trading. ഇന്ന് വളരെ സെൻസേഷൻ, വളരെ ഇമ്പോർട്ടൻറ്റ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ടോപ്പിക്കാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ത്യ വേഴ്സസ് ചൈന ഏത് എക്കണോമിയാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്നത് എന്നത്. ചുമ്മാതെ റാൻഡം ആയിട്ടൊരു അനാലിസിസ് ആയിരിക്കില്ല ഇത്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റാറ്റിസ്റ്റിക്സിലായിട്ട് നമ്മൾ നല്ല രീതിയിൽ അനലൈസ് ചെയ്തിട്ടായിരിക്കും നമ്മളൊരു കൺക്ലൂഷനിൽ എത്താനായിട്ട് പോകുന്നത്. ആദ്യത്തെ പാരാമീറ്റർ എന്ന് പറയുന്നത് GDP അഥവാ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയും. അതായത് ഒരു രാജ്യത്തിന്റെ നിശ്ചിത കാലയളവിൽ അവിടെ ജനറേറ്റ് ചെയ്യപ്പെടുന്ന പ്രൊഡക്റ്റുകളുടെയും സർവീസുകളുടെയും മാർക്കറ്റ് വാല്യൂയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ GDP കൊണ്ട് നമുക്കൊരു കൺട്രിയുടെ ഡെവലപ്മെന്റിൽ എത്ര എക്കണോമിക് ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ടെന്ന് വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇന്ത്യയുടെ ലാസ്റ്റ് ക്വാർട്ടറിലെ GDP വാല്യൂ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 7.6% ആയിരുന്നു. എന്നാൽ ചൈനയുടേതോ ഓൾമോസ്റ്റ് ലൈക്ക് 4.9% ഉള്ളായിരുന്നു. അപ്പോൾ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് മനസ്സിലാകുന്നുണ്ട് ഇതിന്റെ ഒരു മാർക്കറ്റ് വാല്യൂയിൽ ആ ഒരു വാല്യൂവിൽ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് എവിടെയാണ് ഇന്ത്യ നിൽക്കുന്നത് എന്നുള്ളത്. രണ്ടാമത്തെ പാരാമീറ്റർ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് പെർഫോമൻസ് ആണ്. ലെറ്റ്സ് സേ ഒരു രാജ്യത്തെ എക്കണോമി റിഫ്ലക്ട് ചെയ്യുന്ന സ്റ്റോക്ക് മാർക്കറ്റ് തന്നെയാണ്. ലെറ്റ്സ് സേ ഇപ്പം ഒരു കമ്പനി നല്ല രീതിയിൽ പെർഫോം ചെയ്തില്ല, ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പനി നല്ല രീതിയിൽ ഔട്ട് പെർഫോം ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് എന്താ സാധിക്കുന്നത്, അതിന്റെ ലൈക്ക് ആ ഒരു ഇൻഡസ്ട്രി തന്നെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നു. ആ ഇൻഡസ്ട്രി നല്ല രീതിയിൽ പെർഫോം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രി നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയുടെ എക്കണോമി ഔട്ട് പെർഫോം ചെയ്യുന്നു. സ്വാഭാവികമാണത് അല്ലേ? ഇത് തന്നെ ലാസ്റ്റ് എവിടെയാന്ന് വന്ന് നിൽക്കുന്നത്, സ്റ്റോക്ക് മാർക്കറ്റിലാണ് വന്ന് നിൽക്കുന്നത്. അപ്പം നമുക്കിത് വളരെ ഈസി ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റും ചൈനയുടെ സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട്. ലെറ്റ്സ് സേ ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റ് നമുക്കൊരു ഇൻഡെക്സ് യൂസ് ചെയ്യാം, Nifty 50, ചൈനയുടെ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് ആയിട്ട് നമുക്ക് CN50 നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇഷ്ടംപോലെ ഇൻഡെക്സുകൾ ഇന്ത്യക്ക് ഉണ്ട്, അതുപോലെ തന്നെ ചൈനയ്ക്കും ഉണ്ട്. ബട്ട് എന്നാൽ നമ്മൾ ഏറ്റവും ലൈക്ക് ഫെയിം ആയിട്ടുള്ള ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള രണ്ടെണ്ണം നമ്മൾ യൂസ് ചെയ്യുകയാണ് ഇവിടെ. Nifty 50 നമുക്ക് തന്നെ അറിയില്ല, നിങ്ങൾക്ക് തന്നെ ഈ ഒരു ചാർട്ടിൽ കാണാൻ സാധിക്കുന്നുണ്ട്. Nifty 50 എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ലൈക്ക് പുതിയ ഓൾ ടൈം ഹൈ ജനറേറ്റ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇല്ലെങ്കിൽ ഇപ്പോൾ ഒരു പുതിയ ഹൈ ജനറേറ്റ് ചെയ്ത് അവിടെ വന്ന് നിൽക്കുകയാണ്. ഓരോ ദിവസത്തിലെ ഓരോ ആഴ്ചയും ഓൾ ടൈം ഹൈസ് ബ്രേക്ക് ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ടായിരുന്നു ഈ കഴിഞ്ഞ 2-3 മാസങ്ങളായിട്ട്. ബട്ട് എന്നാൽ ചൈനയുടെ നോക്കുന്ന ഓൾമോസ്റ്റ് ലൈക്ക് പ്രീവിയസ് ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യാൻ പറ്റാതെ ഓൾമോസ്റ്റ് താഴെ നിൽക്കുകയാണ്. ഓൾമോസ്റ്റ് ലൈക്ക് 40% താഴെയാണ് അത് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ഈ ഒരു രണ്ട് ഡേറ്റ നോക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇന്ത്യ ചൈന എവിടെയാണ് മാർക്കറ്റ് ബേസ് നിൽക്കുന്നത് എന്നുള്ളത്. അതിൻ്റെ കൂടെ നമുക്ക് ലെറ്റ്സ് ആഡ് ഓൺ ആയിട്ട് മ്യൂച്വൽ ഫണ്ട്സ് കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ലൈക്ക് ഇന്ത്യയിലും മ്യൂച്വൽ ഫണ്ട്സിന്റെ ഗ്രോത്ത് ലാസ്റ്റ് 5 വർഷമായിട്ട് ഇരട്ടിയായിട്ടുണ്ട്. 2018 തൊട്ട് ഓൾമോസ്റ്റ് 2023 എൻഡ് വരെ ഓൾമോസ്റ്റ് ഡബിൾ ആയിട്ടുണ്ട്. പക്ഷേ എന്നാൽ ചൈനയിൽ മ്യൂച്വൽ ഫണ്ട്സ് അല്ല, അവിടെ കൂടുതൽ ഇൻപുട്സ് വന്നിട്ടുള്ളത് CDSലോട്ടാണ്. ഓൾമോസ്റ്റ് നമ്മളിവിടെ FD സിമിലർ ടു FDs തന്നെയാണ് ഇത് വരുന്നത്. ഓൾമോസ്റ്റ് അത് ഡബിളും ട്രിപ്പിളും ആയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി എന്നാൽ അവിടെയുള്ള ചൈനയിലെ പോപ്പുലേഷൻ ആരും തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടോ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടോ ഇല്ലെങ്കിൽ വേറെ അസറ്റ് ക്ലാസ്സിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അവർ ഭയക്കുന്നു. സർട്ടൻ റീസൺസ് ആണെങ്കിൽ അവരവിടെ ഡംപ് ചെയ്യുന്നില്ല, മറിച്ച് അവർ CDSലോട്ടാണ് ഡംപ് ചെയ്യുന്നത്, ലോങ് ടൈമിലോട്ട് ഡംപ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് കൺക്ലൂഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഇന്ത്യയുടെ GDP, ഇന്ത്യയുടെ എക്കണോമിക് സ്റ്റാറ്റസ് എന്താണ്, ചൈനയുടേത് എന്താണ് എന്നുള്ളത്. അടുത്ത പാരാമീറ്റർ എന്ന് പറയുന്നത് ക്രെഡിറ്റ് ഗ്രോത്ത് ആണ്. ഒരു രാജ്യത്തിന്റെ എക്കണോമി നന്നായിട്ട് പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ക്രെഡിറ്റ് ഗ്രോത്ത് ഡെഫിനറ്റ്ലി വേണം. അതിപ്പോൾ ഇന്ത്യയുടെ ആണെങ്കിലും ചൈനയുടെ ആണെങ്കിലും ഡെഫിനറ്റ്ലി ഒരു ക്രെഡിറ്റ് ഗ്രോത്ത് തന്നെയുണ്ട്. പക്ഷേ എന്നാൽ ഈ രണ്ടെണ്ണത്തിനുണ്ടായാലും ആ ഒരു ഫേസ് ഗ്രോത്ത് ടോട്ടലി ഡിഫറെൻ്റ് ആയിരുന്നു. ചൈനയിൽ ഓൾമോസ്റ്റ് ലൈക്ക് 2023 ജനുവരിയിൽ 10.3 മാത്രമായിരുന്നു ഉണ്ടായിരുന്ന ക്രെഡിറ്റ് ഗ്രോത്ത്. ബട്ട് എന്നാൽ 2024 ജനുവരിയിൽ 10.5 ആയി മാറി. ദാറ്റ്സ് ഇറ്റ്. ബട്ട് എന്നാൽ ഇന്ത്യയിലോ 2023 ജനുവരിയിൽ 14.4 ആയിരുന്നു ഇന്ത്യയുടെ ക്രെഡിറ്റ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇപ്പോൾ 2024 ജനുവരിയിൽ ക്രെഡിറ്റ് ഗ്രോത്ത് എന്ന് പറയുന്നത് 20.1 ആണ്. ആ ഒരു ഡിഫറൻസ് ഉണ്ടോ? ചൈന 10.3 നിന്ന് 10.5 ആയി, എന്നാൽ ഇന്ത്യ 14.4 നിന്ന് 20.1 ക്രെഡിറ്റ് ഗ്രോത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു നമ്പേഴ്സ് കാണുമ്പോഴും നമുക്ക് പിന്നെയും ഓൾമോസ്റ്റ് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, കൺഫേം ചെയ്യാനും പറ്റുന്നുണ്ട് ഏത് എക്കണോമിയാണ് സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുന്നത്, ഏത് എക്കണോമിയാണ് ഇപ്പോൾ കറന്റ് സ്ട്രോങ് എന്നുള്ളത്. അടുത്ത പാരാമീറ്റർ എന്ന് പറയുന്നത് അൺഎംപ്ലോയ്മെന്റ് ആണ്. ഇന്ത്യയുടെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ലൈക്ക് 8.7% മാത്രമാണ്. പക്ഷേ എന്നാൽ ചൈനയുടേതോ ഓൾമോസ്റ്റ് ലൈക്ക് 14.9% ആണ്. പക്ഷേ എന്നാലും ചൈനയുടെ കൺസേൺ അവിടെ തീരുന്നില്ല. ചൈന ആക്ച്വൽ ഡേറ്റ, അതായത് അൺഎംപ്ലോയ്മെന്റ് ആക്ച്വൽ ഡേറ്റ പുറത്ത് വിടുന്നില്ല എന്ന കുറേ അധികം റിപ്പോർട്ട്സ് വരുന്നുണ്ട്. അത് അവരുടെ ആ ഒരു ട്രാൻസ്പെറൻസി എത്രത്തോളമാണെന്ന് കാണിച്ചും തരുന്നുണ്ട്. അപ്പോഴും നമുക്കൊരു ചോദ്യമുണ്ട്, എത്രത്തോളമാണ്, ഇല്ലെങ്കിൽ എന്താണ് ചൈനയുടെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എന്നുള്ളത്.
അടുത്ത പാരാമീറ്റർ എന്ന് പറയുന്നത് റിയൽ എസ്റ്റേറ്റ് ആണ്. ചൈനയിലെ റിയൽ എസ്റ്റേറ്റ് ഓൾമോസ്റ്റ് ലൈക്ക് 20% എബോ അതിന്റെ GDP-യിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ബട്ട് എന്നാൽ സാഡ്ലി ചൈനയുടെ റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ഡിമിനിഷ് ചെയ്തുകൊണ്ടിരിക്കുക. ലാസ്റ്റ് ഇയറിനെക്കാളും ഓൾമോസ്റ്റ് ലൈക്ക് 8.5% ലെസ് മാത്രമില്ല, കുറവാണ് റിയൽ എസ്റ്റേറ്റിലോട്ട് വന്നിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറയുന്നത്, കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ബട്ട് എന്നാൽ ഇന്ത്യയിൽ ഓൾമോസ്റ്റ് റിയൽ എസ്റ്റേറ്റ് വളരെ ബൂമിംഗ് ആയിട്ട് ടോപ്പിൽ നിൽക്കുകയാണ്. എന്നാൽ പോലും അതിന്റെ ബൈങ്ങിൽ അതിന്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് വളരെ ഹൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കമ്പാരിസണിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ചൈന എവിടെയാണ് നിൽക്കുന്നത്, ഇന്ത്യ എവിടെയാണ് നിൽക്കുന്നത് എക്കണോമിക് ബേസിസിൽ. കുറേ അധികം സ്റ്റാറ്റിസ്റ്റിക് ഡേറ്റാസ് വെച്ച് നമ്മൾ അനലൈസ് ചെയ്തത് മാത്രമാണിത്. നിങ്ങൾക്ക് എന്താണ് ഇതിനെ പറ്റിയുള്ള വ്യൂ? നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ വ്യൂസ് ഉണ്ടെങ്കിൽ ലെറ്റ് മീ നോ ഇൻ ദ കമന്റ്സ് പ്ലീസ്. അത് മാത്രമല്ല ഇതുപോലെ കൂടുതൽ ഫിനാൻസ് ബേസ് ആയിട്ടുള്ള ട്രേഡിംഗ് ബേസ് ആയിട്ടുള്ള കണ്ടന്റ്സിന് വേണ്ടി നിങ്ങൾ ഫോളോ ചെയ്യുക. സോ സീ യു ദേർ ഇൻ നെക്സ്റ്റ് വീഡിയോ.